ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. 2024 നടക്കുന്ന LDC LGS എക്സാമിന് വേണ്ടിയുള്ള പരിശീലന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വില്യം ലോഗൻ കമ്മീഷൻ ചുവടെ പറയുന്നവയിൽ ഏത് വിഷയത്തെ പറ്റിയാണ് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടത്? മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണേത്? വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധമേത്? കമൻസലിസം. ഒരു ജീവിക്ക് ഗുണം ലഭിക്കുകയും മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാതെ വരികയും ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത ജീവജാലങ്ങൾ തമ്മിലുള്ള ആവാസ വ്യവസ്ഥാ ബന്ധമാണെന്ത്? സഹഭോജിത അഥവാ കമൻസലിസം. അടുത്ത ക്വസ്റ്റ്യൻ: അത്ലറ്റിക്സ് രംഗത്തുനിന്ന് ആദ്യമായി ഖേൽ രത്ന പുരസ്കാരം നേടിയതാര്? അത്ലറ്റിക്സ് രംഗത്തുനിന്ന് ആദ്യമായി ഖേൽ രത്ന പുരസ്കാരം നേടിയത് ജ്യോതിർമയി സിക്ദർ. ജ്യോതിർമയി സിക്ദർ. അടുത്ത ക്വസ്റ്റ്യൻ: ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗമേത്? ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗമാണ് വാനരവസൂരി. വാനരവസൂരി. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. മുൻപ് പാലക്കാടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമെന്ത്? സുരക്ഷായനം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം. അടുത്ത ക്വസ്റ്റ്യൻ: വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനത്തിന് ഉദാഹരണമേത്? വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനമാണ് റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ്. റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധി എത്ര? കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവ്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവ് എത്രയാണോ അതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാര്? രാംനാഥ് കോവിന്ദ്. മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിലിറങ്ങിയ പ്രദേശത്തിന് നൽകിയ പേരെന്ത്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിലിറങ്ങിയ പ്രദേശത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണ്ടകശാലകൾ ആദ്യമായി തുറന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മട്ടാഞ്ചേരി. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് ഇവ മൂന്നും
ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ ആയിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ഇന്ത്യയിലെത്തുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ്? പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏതാനും നദികൾ ചുവടെ നൽകുന്നു? പമ്പാ നദി, മണിമലയാർ, മൂവാറ്റുപുഴയാർ, ചാലക്കുടിപ്പുഴ. ഇവയിൽ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളേവ എന്നതാണ് ചോദ്യം. പമ്പയും മണിമലയാറും മൂവാറ്റുപുഴയാറും വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഇനി ചാലക്കുടിപ്പുഴയുടെ പതനസ്ഥാനമാണേത്? അറബിക്കടൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആസൂത്രണാശയങ്ങൾക്ക് കരുത്തേകിയ ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയതാര്? എം.എൻ. റോയ്. ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് എം.എൻ. റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏത്? ഭക്ഷ്യസ്വയം പര്യാപ്തത. ഭക്ഷ്യസ്വയം പര്യാപ്തതയ്ക്കാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. BVR സുബ്രഹ്മണ്യമാണ് നിലവിൽ നീതി ആയോഗിൻ്റെ CEO. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? 86-ാം ഭേദഗതി. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയം അല്ലാത്തതേത്? നിർദ്ദേശക തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയം അല്ലാത്തതാണ് ചോദിച്ചത്. ഏതാണ്? വനം വന്യജീവികളുടെ സംരക്ഷണം. വനം വന്യജീവികളുടെ സംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണേത്? PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ നിർവചനപ്രകാരം നെൽവയൽ എന്നതിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ചിറകൾ, ജലനിർഗമന ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ. ഇവ 4 നെൽവയൽ എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ? വൃക്ക. വൃക്കയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബർട്ടിനിയുടെ സ്തൂപങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി മൂലകങ്ങളുടെ ക്രമത്തെ താരതമ്യം ചെയ്തതാര്? സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി മൂലകങ്ങളുടെ ക്രമത്തെ താരതമ്യം ചെയ്തത് ആരാണ്? ന്യൂലാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാള സാഹിത്യകാരൻ ആര്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാള സാഹിത്യകാരനാണ് ആര്? SK പൊറ്റേക്കാട്. SK പൊറ്റേക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് കലാരൂപത്തെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച നൃത്തരൂപമാണ് കേരള നടനം? കഥകളി. കഥകളിയെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച നൃത്തരൂപമാണേത്? കേരള നടനം.